വെൽക്കം ടു പാടി ഫുഡ് സെന്റർ ഔട്ട്ടെക്. പാടി ഫുഡ് സെന്റർ ഔട്ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് തോരനല്ല, കറിയല്ല, അച്ചാറല്ല, മറിച്ച് പാൽപായസം. അരി കൊണ്ട് പച്ചരി കൊണ്ട് പാൽപായസം. പണ്ട് കാലം മുതലുള്ള ഒരു പായസമാണ് പാൽപായസം. കാരണം സേമിയ പായസം മറ്റു സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു പായസമാണ് പാൽപായസം. വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാര് സമയം മുതൽ തുടങ്ങിയ പായസമാണല്ലേ പാൽപായസം. അപ്പൊ സദ്യക്ക് ഒരു 100 കൂട്ടത്തില് പാൽപായസം അല്ലെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. പാല് 3 ലിറ്റർ എടുത്തിട്ടുണ്ട്. പാല് പിന്നെ ആവശ്യത്തിന് വെള്ളം, പച്ചരി എടുത്തിട്ടുണ്ട് 2 ഗ്ലാസ് പച്ചരി എടുത്ത് അത് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഏലക്കായ, അത് പായസം കുറച്ചൊരു കട്ടിക്ക് വേണ്ടിയിട്ട് നമ്മള് കണ്ടൻസർ മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് പാൽപായസം ഉണ്ടാക്കാനുണ്ട്. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പാൽപായസം. വെള്ളം പറഞ്ഞു ഞാൻ വളരെ കുറച്ച് മാത്രം ഐറ്റംസ് കൊണ്ടാണ് പാൽപായസം ഉണ്ടാക്കുന്നത്. അപ്പൊ പാൽപായസം ഉണ്ടാക്കുമ്പോ നമ്മള് ഏലക്കായ പൊടിക്കും, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇടില്ല. അപ്പൊ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ആദ്യം നമ്മൾ അരി വേവിക്കണം. അപ്പൊ കഴുകി വെച്ച അരിയാണ്. അപ്പൊ നമുക്കൊന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഉരുളിയിലാണ് നമ്മൾ പാൽപായസം ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഓൺ ആക്കാം. എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും ഈ പാലിനെ നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം ചൂടായതിനു ശേഷം അരി കൊട്ടാം. നമ്മുടെ പാലപ്പഴക്കൊന്ന് ചൂടാകും. നമ്മുടെ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. അരിക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. വെന്തോന്ന് നോക്കാം. വേവായിട്ടില്ല, വെള്ളവും വറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച്. നന്നായി ഒന്ന് വേവട്ടെ. നന്നായി വേവട്ടെ. അപ്പൊ നമ്മുടെ പാലിതാ തിളയ്ക്കാറായിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു 3/4 വേവായിട്ടുണ്ട്. കുറച്ചുകൂടെ ആവട്ടെ. ഇതുകൂടെ ആയതിനു ശേഷം നമുക്ക് പാലിതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലും തിളച്ചിട്ടുണ്ട്. പാല് നന്നായി തിളച്ചു. ഇതിന് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ അരി കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം പായസം. കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് അരി വേവിച്ചെടുക്കാം. പക്ഷെ ഞങ്ങൾ ഉരുളിയിലാണ് വെക്കുന്നത്. പാലൊഴിച്ചിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ 1 കിലോ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഒരു പകുതി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് മധുരം ചേർക്കാം. പാലൊഴിച്ച് നന്നായി ഇളക്കി പഞ്ചസാര ഇട്ടു. 3/4 കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം മധുരം നന്നായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഏലക്കായ, ഒരു 10 ഏലക്കായ പൊടിച്ചിട്ടുണ്ട്. അതിന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൽപ്പായസം നമ്മുടെ റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അരി എത്ര? നമ്മൾ 350 ഗ്രാം അല്ലേ?
3 ലിറ്റർ പാല് 350 ഗ്രാം അരി അല്ലേ? പിന്നെ ഏകദേശം കറക്റ്റ് 750 ഗ്രാം പഞ്ചസാര 750 ഗ്രാം പഞ്ചസാര. 100 പേർക്ക് കുടിക്കണ്ടോ? 100 പേർക്ക് കുടിക്കാൻ പറ്റില്ല. ഒരു 10 പേർക്ക് കുടിക്കാം അല്ലേ? 10 പേർക്കല്ല, 15 പേർക്ക് ധാരാളം ഒരു 15 പേർക്ക് കഴിക്കാം അല്ലേ? ഒരു ഗ്ലാസ് വെച്ചിട്ട് 15 പേർക്ക് കഴിക്കാം. പിന്നെ അങ്ങനെ എടുത്ത് 3 പേർക്കാണെങ്കിൽ പറ്റില്ല. അതാ ദാസേട്ടാ ഇത് എടുത്ത് വെച്ചോളൂ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പാൽപ്പായസം ഇവിടെ റെഡിയാണ്. ഇത് ടേസ്റ്റ് നോക്കൽ ചടങ്ങ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു സ്പൂൺ കഴിച്ചാൽ പോരാ, അതാണ് ഞാൻ ഒരു കട്ടോറ എടുത്തിരിക്കുന്നത്. നമ്മളും അതുപോലെ ദാസേട്ടങ്ങൾ കാണിക്കുക. നല്ല ടക്കുന്ന ചൂടാണ്. അതിലും ഭാഗം അമ്പലപ്പുഴ പാൽപ്പായസം പോലെയുണ്ട്. അതായത് ഞാൻ പറയാം, പാല്, പഞ്ചസാര ഇട്ടു, കണ്ടൻസ് മിൽക്ക് ഇട്ടു, പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏലക്കായ ഇട്ടു, പിന്നെ നല്ലപോലെ വേവിച്ചിട്ട് അടിപൊളിയാക്കി തന്നിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാ പിന്നെ ഞാൻ എന്താ പറയാ, സംഭവം അറിയിട്ടില്ല. കാരണം ഇതിന്റെ ഒരു ആ അരിയുടെ വേവുകളും ഇപ്പൊ നമ്മൾ ഈ എടുത്ത അരി പാൽപ്പായസത്തിന്റെ സ്പെഷ്യൽ പച്ചരിയാണ്. അങ്ങനെ ഒരു അരി ഉണ്ട്. സാധാരണ നമ്മള് പച്ചരി സാധാരണ ഒരു പച്ചരി അല്ല, പാൽപ്പായസത്തിന് വേണ്ടി മാത്രം വരുന്ന ഒരു അരികളുണ്ട്. ആ അരി എല്ലാ ഷോപ്പുകളിലും കിട്ടില്ല, പക്ഷെ സെലക്റ്റീവ് ആയിട്ടുള്ള ഷോപ്പുകളിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പാൽപ്പായസം വെക്കാൻ താല്പര്യമുള്ളവർ അത് അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അതാ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വെന്തുടയില്ല, എപ്പോഴും ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. ഈ അരി ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും, കണ്ടില്ല? അത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അത്, അല്ലേ? അപ്പൊ പാൽപ്പായസത്തിന്റെ സ്പെഷ്യൽ അരിയാണ് നമ്മളിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെ പച്ചരി, പാൽപ്പായസത്തിന്റെ അരിയിലെ പച്ചരി. അപ്പൊ അടിപൊളി ചേച്ചി, സൂപ്പർ പായസം. പാൽപ്പായസം എല്ലാവർക്കും വെക്കാൻ അറിയാം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സദ്യക്ക് ഒരു 100 കൂട്ടത്തില് ഇത് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. വളരെ വളരെ ഒരു മെയിൻ ഡിഷാണ് പാൽപ്പായസം. അതെ. അപ്പൊ പാൽപ്പായസം അറിയാത്തവർ നമ്മുടെ ബ്ലോഗ് ഉണ്ട്, ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ. അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ് സെന്റർ ബൈ.